കേരളത്തിൽ 8 വർഷമായി ദുർഭരണം നടത്തുന്ന ഇടതു സർക്കാർ കേരളം മയക്കുമരുന്ന് മാഫിയയുടെ താവളമാക്കിയെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. കലാലയങ്ങളിലെ ഹോസ്റ്റലുകൾ മയക്കുമരുന്നിന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണെന്നും SFI ആണ് മയക്കുമരുന്ന് വിതരണത്തിന്റെ മൊത്തക്കച്ചവടക്കാരെന്നും സജി കുറ്റപ്പെടുത്തി. സംഘടനയും വിദ്യാർത്ഥികളെ ചെറുപ്പക്കാരെ ആവേശം കൊള്ളിക്കാൻ അവരെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് വലിച്ചിഴച്ച് അല്ലെങ്കിൽ അവരെ പെരുവയിലാക്കാൻ വേണ്ടി കഞ്ചാവ് കൊടുക്കുന്നു, മയക്കുമരുന്ന് കൊടുക്കുന്നു. ഇതാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, നഗ്നമായ സത്യം. പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹം കണ്ണുമടച്ചിരുട്ടാക്കിയിരിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്? SFI അനുമോദിക്കുന്നു. SFI ഉള്ളതുകൊണ്ടാണ് ഇവിടെ ക്യാമ്പസുകളിൽ ഇവിടെ റാഗിംഗ് നടക്കാത്തതെന്നാ പറഞ്ഞത്. SFI നേതൃത്വത്തിലാണ് റാഗിംഗ് നടക്കുന്ന, ഒരു സംശയം വേണ്ട. SFI ആണ് റാഗിങ്ങിന്റെ മുഖ്യ സംഘാടകർ. SFIയിൽ ചേർന്നില്ലെങ്കിൽ റാഗിംഗ് ഉണ്ടാവും. കഞ്ചാവ് അല്ലെങ്കിൽ വിൽപ്പന നടത്തിയില്ലെങ്കിൽ അവന് ആക്രമണത്തിന് ഇരയാകേണ്ടി വരും. ഇതൊക്കെയാണെന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ ഉണർന്നു പ്രവർത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റ് പടിക്കൽ ലഹരി മാഫിയക്കെതിരെ നടന്ന ജനകീയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിന് അടിമയായ വിദ്യാർത്ഥി നേതാക്കളാണ് റാഗിങ്ങിനും കൊലപാതകത്തിനും പോലും നേതൃത്വം നൽകുന്നത്. ഈ സാഹചര്യത്തിൽ കലാലയ രാഷ്ട്രീയം നിരോധിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സജി ആവശ്യപ്പെട്ടു. ജില്ലാ കോർഡിനേറ്റർ KP അൻസാരി അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ ബാലുജി വള്ളിക്കര, ഗണേഷ് ഏറ്റുമാനൂർ, ഈപ്പച്ചൻ അത്തിയാലിൽ, ബിജു കണിയാമല, സന്തോഷ് മുകിലിക്കാട്ട്, രമേശ് VG, സാബു കല്ലാച്ചേരിൽ, അൻഷാദ് KS, ജോർജ് CJ, സണ്ണി ചവർനാനിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു.